ശാസ്ത്ര സാഹിത്യ പ്രതിഭകളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുവാൻ കോൺഗ്രസ് കറ്റാനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി പ്രതിഭാ പുരസ്കാര വിതരണം ചടങ്ങ് സംഘടിപ്പിച്ചു. എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്ര സാഹിത്യ പ്രതിഭകളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുവാൻ കോൺഗ്രസ് കറ്റാനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി പ്രതിഭാ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങ് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം ചെയ്തു. പുതിയ സാങ്കേതിക വിദ്യകളും ഗവേഷണ രീതികളും വികസിപ്പിച്ചെടുത്ത് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മന്ത്രി പറഞ്ഞു. ലോവർ പ്രൈമറി കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ പഠിക്കണം. ഹൈസ്കൂളിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളുമായി അവർക്ക് അടുത്ത് നിൽക്കാൻ സൗകര്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ലോകത്ത് നടക്കാൻ പോകുന്ന വമ്പിച്ച മത്സരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നടത്താൻ പോകുന്ന വിപ്ലവത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വിജയിക്കാനും പങ്കാളികളാകാനും സാധിക്കുകയുള്ളൂ. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ ആശംസിക്കുന്നു. ലോകത്താകമാനം നടക്കുന്ന വമ്പിച്ച സാങ്കേതിക വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ലോക നിലവാരത്തിലെത്തുവാൻ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന ആശംസയാണ് എനിക്ക് ആദ്യം തന്നെ വെക്കുവാനുള്ളത്. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ MLA മെറിറ്റ് അവാർഡിൽ ഞാൻ നടത്തിയ മെറിറ്റ് അവാർഡിൽ നമ്മുടെ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനായ പ്രൊഫസർ അച്യുത് ശങ്കർ വന്ന് സംസാരിച്ചിരുന്നു. ഇവിടെ കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ അല്ലേ? കുറേ പേരൊന്നും വന്നില്ലായിരുന്നോ മെറിറ്റ് അവാർഡ് ചടങ്ങിന്? വന്നിരുന്നു. അച്യുത് ശങ്കർ സാർ സംസാരിച്ചു. അദ്ദേഹത്തിന് 2 വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഒന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ഉണ്ട്. 2 സംഗീതത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അച്യുത് ശങ്കർ സാർ. അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ മാറുന്ന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന റോബോട്ടുകളാണ്. നമ്മൾ ഇപ്പം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു പണ്ടൊക്കെ നമ്മൾ വക്കീൽ ഓഫീസ്, ഞങ്ങളൊക്കെ വക്കീലന്മാർ, ഞാനും അഡ്വക്കേറ്റ് ശ്രീ ജോൺസ് അബ്രഹാം, ഞങ്ങളെല്ലാം വക്കീലന്മാരായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ ഒത്തിരി പേര് വക്കീലന്മാരുണ്ട്. പണ്ടൊരു പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ക്ലർക്ക് ഒരു പ്രധാനപ്പെട്ട ആളാണ്. അഡ്വക്കേറ്റ് ഓഫീസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ ഈ പെറ്റീഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാമെന്നറിയാവുന്ന ആളിനാണ് വലിയ വാല്യൂ ഉള്ളത്. ഇന്ന് ഒരു പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ChatGPTയുടെ ഒരു ഹയർ വെർഷൻ എടുത്ത് ഫാക്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞു അല്ലേ? 2 മിനിറ്റിനകം വന്നു കഴിഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ അവിടെ ഇല്ലാതാവുകയാണ്. അച്യുത് ശങ്കർ സാറ് പറഞ്ഞു ഭാവിയിലാവുമ്പോൾ നമ്മുടെ ഈ തൊഴിലൊക്കെ ചെയ്യാൻ വേണ്ടി മനുഷ്യർ വേണ്ടി വരത്തില്ല, കമ്പ്യൂട്ടറുകൾ വരും. ഒരു 5-10 വർഷത്തിനുള്ളിൽ നമ്മുടെ മുമ്പിലുള്ള റോബോട്ടുകൾ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായ ഒരു ആശങ്ക, രാജ്യത്തെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് നിർമ്മാണത്തിൽ പങ്കാളിയായ പ്രൊപ്പൻഷൻ എഞ്ചിനീയർ കറ്റാനം സ്വദേശി അജിത് കുമാറിനെ മന്ത്രി അഭിനന്ദിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് ഡി പിള്ള അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, കറ്റാനം ഷാജി, അവിനാശ് ഗംഗൻ, ചെറുപ്പുറത്ത് മുരളി, B. രാജലക്ഷ്മി, സഞ്ജു ക്ലാക്കോട്, വിഷ്ണു ചേക്കോടൻ, KR ഷൈജു, പ്രേം പ്രസാദ്, സുനിൽ പൊന്നാലയം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.